എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ നമുക്ക്. വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. പിന്നെ 2 തക്കാളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഈ അരിഞ്ഞതെല്ലാം കൂടെ അതിലേക്ക് ഇടാം. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല, അതിന് മുമ്പ് തന്നെ നമുക്കത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് പൊടികളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും. ഈ ഒരു 3 പൊടികൾ മാത്രം മതി കേട്ടോ ഇതിലേക്ക്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ മീൻ കറി ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേഗം ഉണ്ടാക്കുകയും ചെയ്യുക, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പുളിയാണ്. പുളി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വറ്റിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മീനെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലെ ചുറ്റിച്ചോ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് എന്താക്കാം, തീ കത്തിച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ സംഭവം സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നമ്മളുടെ കറി ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വറ്റിച്ചെടുക്കണമല്ലോ, അപ്പോൾ കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കുക. ഇല്ല, കുറച്ച് കറിയോടെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇതാ കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, വേഗം തന്നെ ഉണ്ടാക്കി കഴിയും. കുറേ നേരം വഴറ്റേണ്ടയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സാധനങ്ങളൊക്കെ സെറ്റാണെങ്കിൽ ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.